മക്കളെ, വെൽക്കം ടു സലം ലേണിംഗ്. അഖിൽ നമസ് ആണ്. അപ്പൊ നമ്മുടെ ഓണം പരീക്ഷയൊക്കെ ഇങ്ങനെ വരാനിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് പ്ലസ് ടു എക്കണോമിക്സ് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. മൈക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സ് നിന്നാണ് നമുക്ക് ഓണം എക്സാമിന് 80 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ ഓണം എക്സാമിന് വരാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളത്. മൈക്രോയിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം മിസ് എന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഓണം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഓണം എക്സാമിലേക്ക് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓണം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മിസ് ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം ഓണം എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. യൂട്ടിലിറ്റി അപ്രോച്ച്, അതായത് നിർബന്ധമായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. യൂട്ടിലിറ്റി അപ്രോച്ചസ്, യൂട്ടിലിറ്റി എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ്, ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ബഡ്ജറ്റ് ലൈന്, അതിൻ്റെ പ്രോബ്ലം, പിന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ഗ്രാഫ്, ഡിമാൻഡും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഡിഗ്രി ടൈപ്പ്, പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ യൂട്ടിലിറ്റി, അതിൻ്റെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി എന്താണെന്ന് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. സാധാരണ രീതിയിൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ യൂട്ടിലിറ്റീൻ്റെ മീനിങ് ചോദിക്കാറുണ്ട്. പിന്നെ കാർഡിനൽ എന്താണ്, ഓർഡിനൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. കാർഡിനൽ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി നമ്പറിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അതിനകത്ത് TU എന്താണ്, MU എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓർഡിനൽ പറയുന്നത് പക്ഷേ നമുക്ക് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ബണ്ടിലുകളെ റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്നുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കി പോവാം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഈ 3 പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എന്തായാലും 8 മാർക്കിനൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ബഡ്ജറ്റ് ലൈനിൽ നിന്ന് പക്ഷേ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. അതിലിതാ 1 ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്, പിന്നെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, പിന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, പിന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ പിന്നെ എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. നമുക്ക് 5 മാർക്കിന് വരെ പോകുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അതിൻ്റെ മീനിങ് ആണ്. മീനിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ഡയഗ്രം ആണ്. ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. ഡയഗ്രം ഇതേപോലെ തന്നെ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഡിമാൻഡ് എന്താണ് എന്നുള്ള മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാം. നമുക്കറിയാം നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് അല്ലേ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയാണ്, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. ലോ ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇൻകം ഓഫ് ദി കൺസ്യൂമറും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ നോർമൽ ഗുഡ്സിൻ്റെ കാര്യവും പറയണം, അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കാര്യവും പറയണം. പിന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. പിന്നെ അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ടേസ്റ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് കുറയും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ 2 പോയിന്റ്സ് ആണ് അല്ലേ. ഇവിടെ 2 പ്രോഡക്റ്റ്, അതായത് അവിടെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ നേച്ചറിനനുസരിച്ചാണ് ഡിമാൻഡും ഇൻകവും അല്ലെങ്കിൽ ഡിമാൻഡ് പ്രൈസും തമ്മിലൊക്കെയുള്ള റിലേഷൻഷിപ്പ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡിഫൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ഡിഫൈൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഡിഫൈൻ നോർമൽ ഗുഡ്സ്, ഡിഫൈൻ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഡിഗ്രീസ്. ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അവിടെ നിങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കീ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് മിസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത് അല്ലേ. ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഹൈലി ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും ഉണ്ട്. ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇലാസ്റ്റിക്
ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ED ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ, കിട്ടുന്ന നമ്പർ 1 വലുതായിരിക്കും. പിന്നെ ഇവിടെ ഡെൽറ്റ പിനേക്കാളും ചേഞ്ച് ഇൻ പ്രൈസിനേക്കാളും വലിയ ചേഞ്ച് എവിടെ ഉണ്ടാകും, ഡിമാൻഡിൽ ഉണ്ടാകും. അതിന്റെ ഡിമാൻഡ് കർവ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും വരിക, അത് നോക്കി വെക്കുക. പിന്നെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ED = 1 ആയിരിക്കും. പ്രൈസിൽ ഉണ്ടാകുന്ന അതേ ഈക്വൽ ചേഞ്ച് തന്നെയാണ് ഡിമാൻഡിൽ സംഭവിക്കുക. ഡിമാൻഡ് കർവ് അവിടെ എന്തായിരിക്കും, റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലായിരിക്കും. ആ ഷേപ്പ്, ആ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ലെസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ED <1 ആയിരിക്കും. അവിടെ പ്രൈസിലുള്ള ചേഞ്ചിനേക്കാളും ചെറിയ ചേഞ്ച് മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ, ഡിമാൻഡിൽ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അവിടെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് കുറച്ച് സ്റ്റീപ്പ് ആയിട്ടായിരിക്കും, കുത്തനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ED = ആണെന്ന് ആലോചിച്ച് വെക്കുക. ഡിമാൻഡ് കർവ് എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും. പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിലോ ED = 0 ആയിരിക്കും. അവിടെ വൈ ആക്സിന് പാരലൽ ആയിട്ടായിരിക്കും ഡിമാൻഡ് കർവ് ഉണ്ടാവുക കേട്ടോ, ആ കാര്യം നോക്കി വെക്കുക. പിന്നെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് മൊത്തം 4 മെത്തേഡ്സ് ഉണ്ട് അല്ലേ. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ പെർസെൻറ്റേജ് മെത്തേഡാണ് കേട്ടോ. അതിൻ്റെ ഇക്വേഷൻ മിസ് കാണിച്ചു തരാം. പെർസെൻറ്റേജ് മെത്തേഡിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കിയുള്ള മെത്തേഡ്സ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു മെത്തേഡ് സാധാരണ രീതിയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിസിറ്റി. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, അതിനാകെ ഒരു ഇക്വേഷനേ ഉള്ളൂ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോവുക. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് ലീനിയർ ഡിമാൻഡ് കർവ് വരുന്നത്. അത് ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഓരോ പോയിന്റിലും ഓരോ ഇലാസ്റ്റിസിറ്റി ആണെന്നുള്ളതാണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ജസ്റ്റ് നോക്കി വെക്കുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് പെർസെൻറ്റേജ് മെത്തേഡാണ്. ഇതാണ് പെർസെൻറ്റേജ് മെത്തേഡിൻ്റെ ഇക്വേഷൻ, ഡെൽറ്റ Q ബൈ ഡെൽറ്റ P/Q. അതിൽ ഡെൽറ്റ Q എന്ന് പറയുമ്പോൾ ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ആണ്, ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് ആണ്, P എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ് ആണ്, അതായത് മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള ആദ്യത്തെ പ്രൈസ്. Q എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്, മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള ആദ്യത്തെ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു പോയിക്കോ. ഇതെന്തായാലും 100% ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. പിന്നെ അടുത്തത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇത് സാധാരണ രീതിയിൽ 2 മാർക്കിന് ലിസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ മാറുന്ന സമയത്ത് ആരും മാറും, പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും മാറും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു 3-4 എണ്ണമൊക്കെ ലിസ്റ്റ് ചെയ്താൽ മതിയാവും. 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ ലിസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് നിങ്ങൾ എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് ഇതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആയിരുന്നു എല്ലാ മക്കൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണം എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാം ടച്ച് ചെയ്ത് പോകും, എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അതിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. കാരണം ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് 100% ഷുവറാണ്. കാരണം ആകെ 3 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക് ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള കണ്ടന്റ് വീഡിയോസ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഈ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, അതാകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കണ്ടന്റ് വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.